ഇത് വിറക് തൂക്കുന്നത്. ഈ വിറക് തൂക്കലിനെ കുറിച്ചും വിറക് എന്താണ് സംഭവം ഞാനിവിടെ വന്ന് പറയാൻ പോകുന്നതിനെ കുറിച്ചും നമുക്കിപ്പോൾ ഒന്നറിയാം. ഇത് കണ്ടോ, നമ്മുടെ കേരള കോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേരളത്തിൻ്റെ ബോർഡറിൽ നിന്ന് പോയിട്ട് വന്നിട്ടില്ല. കാരണം എന്താ, ഇതിപ്പോൾ തമിഴ്നാടാണ്, അപ്പുറത്ത് കേരളവും. ഈ നിൽക്കുന്ന സ്ഥലം പാറശാല തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു വിറക് കട കണ്ടു. ഈ വിറക് കട എന്ന് പറയുമ്പോഴത്തേന് പണ്ട് കൊച്ചിലെ ഞാൻ കുറച്ച് വിറക്, അന്ന് ഗ്യാസ് സ്റ്റൗ ഇല്ല, മണ്ണെണ്ണ സ്റ്റൗ പോലും പ്രാവർത്തികമായി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ കുറച്ച് വിറക് മാർക്കറ്റിൽ പോകുമ്പോൾ വിറക് വാങ്ങിച്ചിട്ടുണ്ട്. ആ വിറക് അപ്പം ഇപ്പോഴെന്തിനാണ് ഈ വിറക് വാങ്ങിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നു. ഇത് തൂക്കുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഒന്ന്, ഇതിപ്പോൾ നമ്മൾ 30 കിലോ പടി വെച്ചിട്ടുണ്ട്. 200 രൂപയ്ക്കാണ് 33 കിലോ. 30 കിലോ പടിയും വെച്ച് ഇത് 3 ഇങ്ങനെ വയ്ക്കുക. 3 കിലോ 33. വെയിറ്റ് ഇല്ല. ഇപ്പോൾ ഇത് ഇപ്പോഴും ഒന്ന് വെയിറ്റ് ഇരിക്കുക. ഇത് എടുക്കട്ടെ, എടുത്ത് അത് 0 ആവും. ഉണ്ടോ? ഇപ്പം ഇങ്ങനെ മൈനസിലിരിക്കും. നമ്മൾ 1 കിലോ 2 കിലോ ഇത് 2 കിലോ ആണ്. 2 കിലോ എടുത്ത് വെക്കണമെങ്കിൽ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ലെവലാവും. 2 കിലോ ആകുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി വേണം. വെയിറ്റ് കൂടുന്നതനുസരിച്ച് അത് കൂടുതലാ, 2 കൂടി പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇത് ലെവലാവും. ഇപ്പോഴും കൂടി. ഇപ്പോഴും കറക്റ്റാ. ഇപ്പൊ 2 കിലോ ആയി. ഇപ്പൊ ഈ വിറക് ആരും ഉപയോഗിക്കുന്നില്ല. എന്റെ അറിവില് മിക്കവാറും എല്ലാ വീട്ടിലും ഗ്യാസ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിറകിന്റെ ഉപയോഗം വരുന്നത്? വിറവിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഹെവിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും സാധനം, അരിയുടെ സാധനമായിരുന്നാലും ശരി, വേവിക്കുന്നതിന് വേണ്ടി ഗ്യാസിൽ ഉപയോഗിച്ചാൽ ധാരാളം വെക്കാൻ പറ്റത്തില്ല. 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 കിലോ അരിയാണെങ്കിൽ ഗ്യാസിൽ ഉപയോഗിക്കാം. നമുക്കൊരു ഫങ്ഷൻ, ഒരു 10 കിലോ അരിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ ഗ്യാസ് എത്രയാവും? അതിന് നമ്മുടെ ഒരു പാനയിൽ ഒരു പുളിയമ്പറവ്, മറ്റേ ഏത് വിറവിനേക്കാളും നമ്പർ 1 പുളി. ഇതെല്ലാം പുളിയാണ് വിൽക്കുന്നത്. അതേ ഉള്ളൂ. ഹോട്ടലുകാരും ആരും വാങ്ങാറില്ല, കാറ്ററിംഗ് സർവീസ് വാങ്ങാറില്ല, കല്യാണ മണ്ഡപത്തിൽ വാങ്ങാറില്ല, ഉപയോഗിക്കാറില്ല. എന്തെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിത്തീരും. മറ്റു വിറകുകൾ പെട്ടെന്ന് കത്തിത്തീരും. റബ്ബർ, പുളി, മറ്റുള്ള ഇത് പുളി മാത്രം കത്തത്തില്ല, കത്തി അണയത്തില്ല, പിടിച്ചങ്ങ് നിന്നോളൂ. പിന്നെ ചൂടും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കാറ്ററിംഗ് സർവീസ്, ഹോട്ടല്, കല്യാണ മണ്ഡപം എല്ലാം, പിന്നെ അന്നദാനം, ഇവരെല്ലാം പുളിയമറകെന്ന് അതായിരിക്കണം. ആ സൈസാ. ഹോട്ടലുകാർക്ക് ഇല്ല, അത് കല്യാണം, കാറ്ററിംഗുകാർക്ക് ചെറിയ വീട്ടിൽ, നമ്മുടെ കുഞ്ഞു വീട്ടിൽ ഇത്ര മിഷ്യൻ അടുപ്പൊക്കെ ഉണ്ട് ഇപ്പോഴും. അതിനൊക്കെ ഇത് ചെറിയ സൈസുകൾ, ഇതുപോലത്തെ ചെറിയ സൈസ്. ഞങ്ങൾ വെയിറ്റ് അതാ ഓണ. അപ്പൊ അതാണ് ഇപ്പോഴും വിറക് അടുപ്പുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള മനസ്സിലായില്ല. അത് വലിയ ലാർജ് സ്കെയിലുള്ള പാചകങ്ങൾക്കല്ല ഇപ്പോഴും വലിയ. ഒരു മിനി ഫാമിലിക്ക് ഗ്യാസിന്റെ ഉപയോഗമേ ഉള്ളൂ. മിനി ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു 2 കുട്ടികളും ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് ഗ്യാസിന്റെ ഉപയോഗം. ഈ വലിയ ഒരുപാട് പേർക്ക് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഗ്യാസിനകത്ത് 5-ൽ കൂടുതലുണ്ടെങ്കിൽ വിറകാണ് ബെറ്റർ. ഇപ്പോഴും മറ്റേ ആലുവ അടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിറക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സൈസാ ഇത്. ഈ വിറക് ആലുവ സൈസിന്. അപ്പൊ ഇപ്പോഴും വിറക് കച്ചവടമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വിറക് അടുപ്പുകൾ ഇത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ കേരളമാണ്. അതേപോലെ നിങ്ങൾ പാറശാല കഴിഞ്ഞ് കളിയിക്കവള കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് പകുതി തമിഴ്നാട് പകുതി കേരളം. റോഡ് NH കന്യാകുമാരി NH ഇരിക്കുകയില്ലേ, അത് പാറശാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി, ആ റോഡിൻ്റെ പകുതിയാണ്
റോഡ് പകുതി തമിഴ്നാട് രണ്ടുപേരും. യാത്ര ചെയ്യാനാണ് കണ്ടതെങ്കിൽ കഥകളൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ വിറക് കച്ചവടം ഈ പഴയ ഈ പ്ലാറ്റ്ഫോം ത്രാസ് നമ്മൾ കണ്ടു. കറക്റ്റ് ആ വർഷത്തിന് ഒരിക്കൽ സീൽ ചെയ്യണം. ഇലക്ട്രോണിക് ത്രാസ് നമുക്കിത് തൂക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഒരു വർഷത്തിന് 1500 രൂപ കൊടുത്ത് ഇതെല്ലാം പഞ്ചായത്തിൽ നിന്ന് വന്ന് അവർ ലൈസൻസ് പുതുക്കി അവർ പേപ്പറും തരും, സീൽ ചെയ്യും. എല്ലാത്തിലും സീലാണ്. പണ്ട് ഇപ്പോഴും ഉണ്ട്, ഉണ്ട് ലൈറ്റ് ഇല്ലെങ്കിൽ അതിന് സീലുണ്ട്. ശരി. അപ്പൊ ഇതുപോലുള്ള കാഴ്ച നമ്മുടെ യാത്രയിൽ കേരള കോളനി യാത്രയ്ക്കിടയിൽ ഇതുപോലുള്ള എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കും. ഇതുപോലെ എത്ര വിജയണ്ണന്മാർ നമ്മൾ കാണാൻ കിടക്കും. നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാൻ എൻ്റെ ജോലി. കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ അറിയിക്കണം. ഇങ്ങനെ രഞ്ജിത്ത് ഈ പരിപാടിയായിട്ട് വെയിലും കൊണ്ട് ഇറങ്ങുന്നുണ്ടെന്ന്. അതാണ് ഞങ്ങൾക്ക് എനിക്ക് പിന്നെ വേറെ ഇവിടെ എത്ര കൊണ്ടിരുന്നാലും കിട്ടും ടണ്ണേജ് കണക്കിന്. ഇവിടെ വേറെ ആവശ്യമുള്ളവർ ഈ പരിസരത്ത് നമ്മുടെ വാർഡുകാല പരിസരത്ത് വരെ പോകണം. എവിടെ വേണേലും തെക്കൻ കേരളത്തിൽ എവിടെ വേണേലും നിങ്ങൾ നോക്കി വിറക് പുളിയും വിറകെന്ന് പറഞ്ഞാൽ സാധനം ഇവിടെ വന്നാൽ വില കുറഞ്ഞും കിട്ടും. ടൺ കണക്കിന് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ എല്ലാം ആണെങ്കിൽ നമ്മുടെ വാഹനം അറേഞ്ച് ചെയ്യേണ്ടി അതിൽ കൂടുതൽ കൊടുക്കാൻ നമുക്കില്ല വാഹനം. ഇപ്പോൾ കോവളം എല്ലാം റെസ്റ്റോറൻ്റ് എല്ലാം 1 ടണ്ണ് 2 ടണ്ണെല്ലാം നമ്മൾ ഇറക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് അവർ അടുക്കളപ്പണി കുച്ചിനിപ്പണി സ്ത്രീകളാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓർഡറുണ്ട്. നമുക്ക് ഈ കോവളത്തെ ഹാപ്പി ഇല്ല ഇപ്പോഴും ഭയങ്കര എന്താണ് വേറെ ഇല്ല. പൈസ ടീം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കഞ്ഞിക്കില്ലാത്ത പാർട്ടിയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ മരുമോ ഇത് ചെയ്യുന്നത് കൊണ്ട് ആ 1 രൂപ കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വിൽക്കുന്നുണ്ട്. നമ്മുടെ പരിപാടി എല്ലാവരും കാണണം. നമ്മുടെ പരിപാടി എല്ലാവരും കാണണം. കച്ചവടങ്ങളൊക്കെ വരണം. ഇത് ഉണ്ട് എവിടെ ആയിരുന്നാലും. പക്ഷേ സാധനത്തിന്റെ വിലയാണ് 6 രൂപ. പക്ഷേ വണ്ടി നിങ്ങളുടെ തന്നെ. അത്രയേ ഉള്ളൂ. ശരി സാർ, ഓക്കെ.